മിസ്റ്റർ ബീസ്റ്റ് എ ജിമ്മിനെ കുറിച്ചുള്ള അലിഗേഷൻസും കോൺട്രവേഴ്സീസ് ആണ് ഇന്റർനെറ്റ് മുഴുവൻ. പെഡോഫീലിയ, സെക്ഷൽ അസോൾട്ട് തുടങ്ങി വീഡിയോസ് ഒക്കെ ഫേക്ക് ചെയ്യുന്നു, ഇല്ലീഗൽ ലോട്ടറി നടത്തുന്നു എന്ന് വരെ അലിഗേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നും വിടുന്നില്ല, ഇതൊക്കെ എവിടെ നിന്ന് വന്നു, എന്താണ് ഇതിൽ സത്യം എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഈ മിസ്റ്റർ ബീസ്റ്റ് എന്നുള്ളത് പണ്ടത്തെ പോലെ ഒരു ഫേമസ് യൂട്യൂബർ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുള്ള ഒരാള്. അതേപോലെ ആമസോൺ പ്രൈമിന്റെ കൂടെ ചേർന്നിട്ട് 5 മില്യൺ പ്രൈസ് മണിയുള്ള ബീസ്റ്റ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഒക്കെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കരിയറുടെ തന്നെ പീക്ക് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഇത്ര അലിഗേഷൻസ് ഒരുമിച്ച് ഈ ഒരു മാസം കൊണ്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇത് ടൈമിംഗ് ഇത്ര ശരിയല്ലല്ലോ, ഇതെന്തോ ഒരു ടാർഗറ്റഡ് അറ്റാക്ക് പോലെ തോന്നിയാലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് ജിമ്മിയുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, ക്രിസ് ടൈസൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇപ്പോൾ ട്രാൻസിഷൻ ചെയ്ത് ഒരു ട്രാൻസ് വുമൺ ആണ്, ഏവ ടൈസൺ എന്നാണ് പേര്. അപ്പൊ ഈ ട്രാൻസിഷൻ നടന്നപ്പോൾ തൊട്ട് കുറെ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള കമന്റ്സും ആർക്കും പുള്ളിനെ അങ്ങനെ ഇഷ്ടമല്ല. ഇവരുടെ ടീമിലെ ഒരു ലീസ്റ്റ് ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ ഏവയാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് സാധാരണ 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത രണ്ട് യൂട്യൂബേഴ്സ് 4ചാനിന്റെ മെസ്സേജ് ബോർഡിൽ ഏവയും വേറൊരു മൈനറും ആയിട്ടുള്ള ഒരുപാട് ഇവരുടെ ഡിസ്കോർഡ് സെർവറിലെ ചാറ്റ്സ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ വേറെ ആരും ഇതൊന്നും മൈൻഡ് ആക്കിയില്ല. എന്നാൽ ഈ രണ്ട് യൂട്യൂബേഴ്സ് വിട്ടില്ല, അവരൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അതിലൂടെയാണ് ഇപ്പൊ ഈ കണ്ട എല്ലാ അലിഗേഷൻസും ഓരോന്നായിട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് കാണുക.